ഹായ് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സംശയം തീർന്നല്ലോ അല്ലേ? എന്നാലും തീർന്നിട്ടില്ല. അതിനുള്ള ഉത്തരവും കൊണ്ട് വേറെയും കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് ആ ഒരു വീഡിയോന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ എടുത്തിട്ട് എന്താ പറയാ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷെ പോസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ആ ഒരു അടുത്തടുത്ത് തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാല് നമുക്ക് ഞായറാഴ്ചയാണ് എനിക്കൊരു ഫ്രീ ആയിട്ടൊരു സമയം. പക്ഷെ അന്ന് ഇടിയിരിക്കുന്നുണ്ട്, നല്ല മഴ കേട്ടോ പുറത്ത്. അപ്പൊ അന്ന് കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളെ മർസിക്ക് കുറച്ച് നല്ലൊരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. മർസിക്ക് എന്താ പറയാ വർക്ക് കുറച്ച് കൂടുതലുള്ളത് തന്നെ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ അന്നത്തെ കാര്യം വരെ നമ്മളെ നെസ് ബേബി നല്ല ഉറക്കില്ലാന്ന് ഇടാം. ആക്ക് നല്ല എന്താ പറയാ പനിയ ഉണ്ടായിരുന്നത്. നമ്മള് അതിന്റെ തലേന്ന് ഉണ്ടായിരുന്നില്ലേ ആള് മഴ കണ്ടിട്ട് ഓള് വലുതായിട്ട് ഫസ്റ്റ് ടൈം അല്ലേ ഈ ഒരു വർഷം മഴ കാണുന്നത്. എന്നിട്ട് മഴക്കത്ത് കളിക്കണം എന്ന് പറഞ്ഞു. അന്നേരം മറ്റേ ഉമ്മ പറഞ്ഞു നമ്മള് കളിച്ച മഴ കുഴപ്പമൊന്നുമില്ല നമ്മളെ കളിച്ച. എന്നാലും ഞാൻ പറഞ്ഞു മർസി ഇത് ആൾക്കാർ പറയലുണ്ട് പുതിയ മഴ കൊണ്ടുകഴിഞ്ഞാൽ പനിയെന്നൊക്കെ പറയലുണ്ട് എന്നല്ലേ പറഞ്ഞു. അതിന്റെ തലേന്ന് അല്ല അതിന്റെ പിറ്റേന്ന് ഒരു പൊടിയേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നിട്ട് ആൾക്ക് പനി വന്നിട്ടുണ്ടായിന്. നമ്മള് അനുഭവിച്ച പോലത്തെ ഫീലിങ്സ് നമ്മളെ മക്കള് അനുഭവിക്കണ്ടേ? അല്ല അങ്ങനല്ല, മഴത്ത് പോണ്ട് അങ്ങനെ ഫുള്ള് റെസ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാല് അവർക്ക് അവരുടേതായ എൻജോയ്മെന്റും കാര്യമെല്ലാം വേണ്ടല്ലേ? എനിക്കുന്നുണ്ട്. എന്നിട്ട് അന്ന് നമ്മൾ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, അതായത് പുലർച്ചെ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഇവരുടെ ഉമ്മാണ്ട് പറഞ്ഞു നിങ്ങൾ എന്തായാലും പോയി ഡോക്ടറെ കാണിച്ചോ, കാരണം നമ്മളെന്തായാലും എത്താൻ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ എത്തും. അപ്പോ നമ്മള് പറഞ്ഞു ഡോക്ടറെ കാണിച്ചോന്ന് പറഞ്ഞു. ഇവളുടെ ഉമ്മയും മുഫീദ് അന്ന് ഇല്ലോണ്ട് വന്നല്ലേ. മുഫീദ് അന്ന് കല്യാണത്തിന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് അല്ല അതന്നെ അത് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടൂലല്ലോ. അപ്പൊ അങ്ങനെ കാണിച്ച് പനിയൊക്കെ ഇപ്പൊ മാറി ഏകദേശം. അൽഹംദുലില്ലാഹ് നല്ല സെറ്റായി. പുറത്ത് നല്ല ഇടി മഴയൊക്കെ വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാനിപ്പോ കുറച്ച് കുറച്ച് തടിച്ചിന് തോന്നുന്നു. ഇതിനകത്ത് കാണുമ്പോ എന്റെ മുഖിലും ഭയങ്കര ചബ്ബിയായ പോലെ തോന്നുന്നുണ്ട്. അത് ക്യാമറ എഫക്റ്റ് ആണ് ഗൈസ്. അല്ല എന്നാലും കുറച്ച് തടിച്ചിന് കേട്ടാ. ഫീഡിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്തോണ്ട് നമ്മള് അന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തോണ്ട് തടിക്കൂന്ന്. അപ്പൊ ഏകദേശം ആ പഴയ തടി എന്ത് തിന്നല് കുറച്ചാ മതി. ഫീഡിങ് നിർത്തിയിട്ട് പക്ഷെ എനിക്ക് അത്ര വല്ല തോന്നുന്നില്ല. ഒരു ബേബിന്റെ മദർ എന്നുള്ള നിലയിൽ നമ്മൾ ബേബിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈസ്, പിന്നെ അതുപോലെ തന്നെ ലീക്കേജ്, മെറ്റീരിയൽ ഇവയെല്ലാം നോക്കിയിട്ട് വേണം നമുക്കൊരു ഡയപ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവയൊന്നും നോക്കാണ്ട് നമ്മൾ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലീക്കേജ്, പിന്നെ അതുപോലെ തന്നെ ബേബീസിന് റാഷസ് വന്നു കഴിഞ്ഞാൽ ബേബീസിന് എത്രത്തോളം അൺകംഫർട്ടബിൾ, അവർക്ക് എത്രത്തോളം പിന്നെ ഫുൾ അവർ കരച്ചൽ തന്നെ ആയിരിക്കും കേട്ടോ റാഷസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്കൊരു ബേബി ഡയപ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ലവ് ലാബ് സുപ്രീം ഡയപ്പർ ഞാൻ എൻ്റെ മോക്ക് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മളെ ബേബീസിന് അടിപൊളിയായിട്ടുള്ള ഒരു ഡയപ്പറാണ്. നമ്മളെ ബേബിന്റെ ഫസ്റ്റ് ഡേ മുതൽ ഈ ഒരു ഡയപ്പർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഡയപ്പറിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താ, ബേബീന് ലീക്ക് ആവാൻ പാടില്ല എന്നുള്ളത് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഡയപ്പറിൽ തന്നെ 5 ലെയർ സൂപ്പർ ലൈറ്റ് കോറാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവാൻ ചാൻസേ ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എയറി കംഫർട്ടും ആണ്. പിന്നെ നമ്മൾ സ്കിൻ കെയർ നോക്കുകയാണെങ്കിൽ ആന്റി റാഷസ് അലോവേറ ലോഷൻ ഉള്ളത് കൊണ്ട് തന്നെ റാഷസ് ഒന്നും വരാൻ തന്നെ ചാൻസ് ഇല്ല കേട്ടോ. അലോവേറ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലും ഉണ്ട്, അതുപോലെ തന്നെ 0 ഇറിറ്റേഷനും കൂടിയാണ്. ഇതിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടാ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ബേബി അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അത് മാത്രല്ല ഇത് ഡിസ്പോസ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ഇത് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്റ്റിക്കർ പറിച്ചിട്ടാകുമ്പോൾ നമ്മൾ യൂസിന് ശേഷം ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഇതിന്റെ പാറ്റേണും ഡിസൈനും ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മളെ ബേബിന്റെ യൂറിൻ നിറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ കളറിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈന് ബ്ലൂ കളർ ആയി കഴിഞ്ഞാൽ നമ്മളെ ബേബിന്റെ യൂറിൻ ഇതിൽ ഫില്ലായി നട്ട അർത്ഥം. ഇത് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. എന്നുകൊണ്ട് നമ്മളെ ബേബിക്ക് കംഫർട്ടബിൾ നല്ല അടിപൊളി ഡയപ്പറും കൂടിയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നമ്മളെ കാറിന്റെ കോലം നോക്കി ഗൈസ് 2-3 ദിവസം മയക്കത്ത് പോയതിന്റെ ഒരു കോലം കേട്ടോ. അല്ലെങ്കിൽ ഈ മഴ സമയത്ത് നമ്മള് കാറ് നല്ല ചളിയെല്ലാം പിടിച്ചാലാക്കാവും. എതിർക്ക് ആദ്യമായിട്ട് കേട്ടാ കാർ ഇങ്ങനെ ആക്കുന്നില്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ആഴ്ചക്ക് ചെറിയൊരു കച്ചറി ഞായറങ്ങ ആകുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യലുണ്ട്. എന്താ പറ്റിയെന്ന് വെച്ചാല് കഴിഞ്ഞ ഞായറാഴ്ചയും തിരക്കായിരുന്നു, അതിന്റെ മുമ്പും തിരക്ക്, സമയം കിട്ടിയിട്ടില്ല. അതന്നെ. പിന്നെ ഇതാ നല്ല മഴ വരാനായിട്ടുണ്ട്. ഇന്നിപ്പോ എന്തായാലും ഇത് ക്ലീൻ ചെയ്യണം മർസീന, എന്തായാലും കൂടണം. ഇത് കാണുമ്പോ സങ്കടാണ്. പുതിയ വണ്ടിയാന്ന് ആരും പറയില്ലല്ലേ. ഇനി നമ്മള് പുറത്തൊക്കെ പോവാന്ന് വിചാരിച്ചാണ്, പക്ഷെ അത് ക്യാൻസൽ ചെയ്യാൻ പോയെന്ന് മർസീന. മഴ പെയ്യുന്നുണ്ട്. കാറിനല്ലേന്ന് പറയാ. പിന്നെ മർസീപ്പ് എടുക്കുന്നത് നമ്മളെ മസീബിന്റെ പുതിയ ബിസിനസ് ആണ് കേട്ടോ. മർസീന്റെ ഏട്ടന്റെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആള് മാക്സിയും പിന്നെ കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ സെയില് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. ഇപ്പൊ ഇവിടുന്ന് അടുത്തുള്ളടത്ത് മാത്രം ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത്. ഫാമിലി വീട്ടിലും അങ്ങനെയുള്ള നമ്മളെ അടുത്തുള്ള അറിയുന്നവർക്കെല്ലാം കൊടുക്കുക. ഇൻഷാല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം തുടങ്ങി ഓൺലൈൻ സെയിലെല്ലാം ചെയ്യണം. ഓന് ഓൺലൈനിൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. വാട്സാപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവോ? അറിയില്ല, നമ്മ അടുത്ത് സ്റ്റാർട്ട് ചെയ്തതാട്ടോ. അത്രേ ആയിട്ടുള്ളൂ. 2 ദിവസമായിട്ടില്ല. കുറച്ച് മാക്സിയും പിന്നെ കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഷോള് ഹിജാബില്ലേ, ഹിജാബും ഷിഫോണ്ടത് അങ്ങനെയുള്ള ആയിട്ടുള്ള കുറച്ച് സംഭവം എല്ലാം ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ഡെലിവറിയും കാര്യമെല്ലാം ചെയ്യും. നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യല്ലേ. അത് തന്നെ നമുക്കൊരു കാര്യം ചെയ്തില്ല, ഓന് ഏകദേശം ഒരു സെറ്റ് ആയിട്ടാകുമ്പോ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളുടെ ഇൻസ്റ്റാ പേജും കാര്യം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറയാം. കുറച്ചുകൂടി നല്ലത്. ഓൻ പറ്റില്ലെങ്കിൽ ഓനെ കൊണ്ട് വന്നിട്ട് ഓനെ കൊണ്ട് പറയിക്കാം. ഒരു ഇന്ന് വന്നിട്ടില്ല, ഒരു കാലിനെന്തോ ഒരു ചെറിയ വേദനയായിട്ട് സായറാന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ വീഡിയോന്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയാന്ന് പറഞ്ഞ സംഭവം അത് പറയണ്ടേ അല്ലേ? നിങ്ങളെ തമിഴില് കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മള് ഫസ്റ്റ് പറയുകയും ചെയ്തല്ലോ. അതന്നെ. അപ്പൊ നമ്മള് കൊറേ കമന്റ് ഉണ്ടായിന്, ഋത പ്രഗ്നന്റ് ആണോ? അനക്ക് തോന്നുന്നത് ഇവിടെ വരാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നുണ്ടാവാന്. അതെ, ഋത പ്രഗ്നന്റ് ആണ് അല്ലെ? എത്ര മാസമായി? ആക്ക് 3 മാസമായി. 3 മാസം കഴിഞ്ഞ് 4-ാം മാസം സ്റ്റാർട്ട് ചെയ്തട്ടോ. ശരിക്കും ഋത ഇവിടെ ഉള്ള സമയത്ത് നമ്മള് എന്താ പറയാ അനൗൺസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മള് ലാസ്റ്റ് വീഡിയോ ചെയ്ത് അതിന്റെ പിറ്റേന്ന് അതിന്റെ പിറ്റേന്ന് ഋത അതിന്റെ പിറ്റേന്ന് തന്നെ പോയത് അല്ലെ? അന്ന് പോകുന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ ഇവര് വരുന്നോണ്ട് കാണിക്കാനുള്ള സ്കാനിങ്ങിന്റെ ടൈം കഴിഞ്ഞിട്ട് ഉണ്ടായത്. പിന്നെന്ന് വെച്ചാൽ അവളെ ഫാമിലിയില് കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഋത പോയി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓള് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലാട്ടാ കാണിക്കല്. നമ്മളിവിടെ കണ്ണൂരല്ല കാണിക്കല്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ കൂട്ടിട്ട് പോയിട്ട് അവിടെ അല്ലേ ഡെലിവറി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിന്റെ എന്തെല്ലോ സംഭവം ഉണ്ടല്ലോ. നമ്മളന്ന് കോഴിക്കോട് പോയ സമയത്ത് അവളെ ദീദി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചടങ്ങും നമ്മളതും അവരതും ചടങ്ങും കുറെ വ്യത്യാസം. നമ്മിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ കണ്ണൂരെ സിസ്റ്റർ അവിടുത്തെ സിസ്റ്ററിൽ ഇങ്ങനെ അപ്പുറപ്പുറം കുറെ സംസാരിച്ചിന്. എനിക്ക് തോന്നുന്നു നമ്മളെ കണ്ണൂരിനേക്കാണ് കൂടുതൽ ചടങ്ങ് കോഴിക്കോടാ തോന്നുന്നല്ലേ. നമ്മളറിയാത്ത ചടങ്ങുകളായിരുന്നു. ഇപ്പൊ കൂട്ടിക്കൊണ്ടു അതായത് പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുപോക്ക്, അതിന് ശേഷം നമ്മള് കൂട്ടാൻ വേണ്ടി പോയിട്ട് തിരിച്ചു കൊണ്ടുവരുത്ത് എന്തൊക്കെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ണൂര് അത് ഹിന്ദുസിന്റെ സിസ്റ്റം ആണല്ലേ ഉണ്ടാവില്ല. നമ്മളെ മുസ്ലിംസിന് ആ ഒരു സിസ്റ്റം ഉണ്ടാവില്ല. ഓരോ സ്ഥലത്തും ഓരോ സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഇട്ട വീഡിയോയില് വേറൊരു കമന്റ് ഉണ്ട്, സാഹിറ പ്രഗ്നന്റ് ആണെന്ന് വെച്ചിട്ട്. പക്ഷെ സാഹിറ പ്രഗ്നന്റ് ഒന്നും അല്ല കേട്ടോ. സാഹിറ പ്രഗ്നന്റ് അല്ല. ഇൻഷാല്ലാ ആവും. ഇൻഷാല്ലാ അല്ലേ? പക്ഷെ പ്രഗ്നന്റ് ആവാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എത്രത്തോളം ഇത് നമ്മളെല്ലാം 6 വർഷത്തിൽ കാത്തിരുന്നിട്ട് കിട്ടിയ കൺമണിയാണ് അതാ അപ്പുറത്ത് ഉറങ്ങുന്നത്. പ്രഗ്നന്റ് ആവാന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞൊരു ഭാഗ്യം. ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അല്ലേ, എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതന്നെ നമ്മൾ എത്ര കാത്തിരുന്നതും അറിയാലോ. അതില്ലേ ആ ഒരു ഇത് എന്താ പറയാ, അതിലൂടെ കടന്നു പോകുമ്പോന്ന് അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാവില്ലേ. അപ്പൊ നമ്മള് എവിടെ സംശയം തീർന്നിട്ടുണ്ടാവുന്ന എല്ലാരും പ്രഗ്നന്റ് ആണല്ലോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് മുഫീദിനെ റുദനെല്ലാം ഇരുത്തിയിട്ട് നമ്മളൊരു വ്ളോഗ് എടുക്കാൻ നമ്മളെന്തെല്ലോ പ്ലാൻ ചെയ്യണ്ട്. ശരിക്കും പറഞ്ഞാല് വ്ളോഗ് എടുക്കാൻ ഒന്നും നടക്കലില്ല. ഗ്ലൈസ് എന്ന് പറഞ്ഞ നമ്മള് എപ്പോഴും ഇങ്ങനെ എന്തെല്ലോ പ്ലാൻ പറയും. മറിച്ചുകൊണ്ട് ഞാൻ പറയും നാളെ നമുക്ക് ഇങ്ങനെ എടുക്കണോ, നാളെ ഇങ്ങനെ എടുക്കാം.
സമയം കിട്ടൂല. സമയം കിട്ടിയാൽ തന്നെ എന്തെല്ലാം ആയിട്ട് അതന്നെ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റൂല. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബ് എന്താ പറയാ നിങ്ങള് യൂട്യൂബായി ടച്ച് വിട്ടു പോയ പോലെ പോയി. നമ്മളതായിട്ടുള്ള കുറെ കാര്യങ്ങളും തിരക്കും ബിസി പിന്നെ വർക്ക് അങ്ങനെ എല്ലാം ആയിട്ട് ഒരുപാട് ബിസി ആയിപ്പോയി. നിങ്ങളെ വിടൂല ഗൈസ്, നിങ്ങൾ വിടൂല. നിങ്ങളാ നമ്മളെ ഈ ഒരു നിലയിൽ എത്തിച്ചത് അല്ലേ. നമ്മളെ ഈ വീട്ടിന്റെ ഉള്ളിൽ മാത്രം അറിയാം. കുറച്ചുകൂടി ആക്റ്റീവ് ആണോ നമ്മള് ശരിക്കും യൂട്യൂബില് ഇൻസ്റ്റയിലും ഒന്നും ഇടലില്ല. റീൽസ് ഇടണം ഇൻഷാല്ലാ. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബ്ലിങ്കൻ ക്ലോസിൽ ഇപ്പൊ മറ്റേ ബ്രൈഡിന്റെ വീഡിയോസ് മാത്രമേ നമ്മള് കാര്യമായിട്ട് ഇടില്ല. നമ്മള് ലാസ്റ്റില് എന്താ വീഡിയോ ഇട്ട് ഇൻസ്റ്റയില് ശരിക്കും നമ്മള് നെസുവിന്റെ കാതുന്ന സമയത്താന്ന് വീഡിയോ ഇട്ടില്ല. അതിനുശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല അല്ലെ. ഇൻഷാല്ലാ. പിന്നെ അത് മാത്രല്ല നമ്മള് മുഫീദിന്റെ മസീഫിന്റെ കല്യാണത്തിന്റെ സമയത്തല്ല കൊറേ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായി. പർച്ചേസും കാര്യമെല്ലാം ഷോർട്ട് വീഡിയോസ് പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല ആ ഒരു ടൈമില്. പിന്നെ അത് മാത്രല്ല നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് നമ്മുടെ കുറെ ഷോർട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അതിപ്പോ ഏകദേശം ഒരു 4 മാസമായില്ലേ. 5 ശരിയാന്ന് പറയുമ്പോ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 6 മാസമായി. നവംബറില് മോനെ അതന്നെ 6 മാസമായി. 6 മാസമായി. അതെല്ലാം ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. കല്യാണത്തിന്റെ സമയത്ത് എടുത്ത പാട്ട് പാടുന്ന കുറച്ച് കാര്യങ്ങളിലായിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം ഉണ്ട്. ഇനി അത് ഇടണോ വേണ്ടത് അത് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ മാസം ഞാൻ കൊണ്ട് പറഞ്ഞേ ഫോൺ തപ്പി വെക്കുന്ന സമയത്ത് എടാ ഇതെല്ലാം എടുത്തില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഒന്നും കൂടി ഇവിടെ കല്യാണം ഉണ്ടെന്ന് വിചാരിച്ചേക്കളെ ആൾക്കാര് നമ്മളിപ്പോ ഈ ഒരു സമയത്ത് ഇടണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ നിങ്ങൾ പറ, നിങ്ങളെ അഭിപ്രായം പോലെ നമുക്ക് ചെയ്യാം. നിങ്ങള് പറയാണെങ്കിൽ നമ്മൾ ഇൻഷാല്ലാ. അപ്പൊ എന്താ പറയാ നമ്മള് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഒരു കുഞ്ഞു വ്ളോഗാണ് നിങ്ങളെ ചോദ്യത്തിനുള്ള ആ ഒരു ഉത്തരവായിട്ടാണ് ആൻസർ. ഇൻഷാല്ലാ നാളെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ ഒരു ഡേ ഇൻ യുവർ ലൈഫ് മൊത്തം ആക്റ്റീവ് ആകാൻ പോയാണ് ഗൈസ്. അതന്നെ. പിന്നെ ഇൻഷാല്ലാ നമ്മള് ഒരു വർക്കിന് പോകുന്ന സമയത്ത് ഡേ ഇൻ യുവർ ലൈഫ് ചെയ്യാം. ഡേ ഇൻ യുവർ ലൈഫ് ഫുൾ ആയിട്ട് എടുക്കാനൊന്നും അറിയില്ല. അന്നത്തെ ദിവസം നോക്കാം മാക്സിമം നമുക്ക് നമ്മളെ ബ്രൈഡ്സിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. ബ്രൈഡ് എല്ലാരും വീഡിയോസ് എടുക്കാൻ വേണ്ടി വിടുന്നതാണല്ല. പക്ഷെ അടുത്ത വർക്കിന്റെ ബ്രൈഡ് വിടുന്ന് ഒരു വിശ്വാസം. ആക്ക് വീഡിയോ എടുക്കാനൊന്നും പ്രോബ്ലം ഇല്ല. നമ്മള് സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന്. കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക. വേഗം തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.